ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ദുഃഖകരമായൊരു കാര്യമാണ്. മുതിർന്ന CPIM നേതാവിൻ്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് വിട്ടു നൽകുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2 സഹോദരങ്ങളുടെ സമ്മതപത്രം നൽകിയതായി സജീവ് പറയുന്നുണ്ട്. MM ലോറൻസിന്റെ മകൻ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? വളരെ ദുഃഖകരമായ അവസ്ഥയാണത്. MM ലോറൻസ് എന്ന സഖാവിന് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായ കൊച്ചി, ഈ നഗരം, അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു യാത്രയയപ്പ് നൽകാൻ തയ്യാറെടുക്കുന്ന ഈ അവസാന നിമിഷം മകൾ ഈ രീതിയിലുള്ള ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആ മകളുടെ സ്വഭാവം അറിയാവുന്ന ആർക്കും അതിൽ വലിയ അത്ഭുതം ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊരു മകനുണ്ട്. അദ്ദേഹം ഉത്തരവാദിത്വമുള്ള ആളാണ്, അഭിഭാഷകനാണ്. ലോറൻസ് സഖാവ് അതിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അതിൽ അസാധാരണമായി ഒന്നുമില്ല. മൃതദേഹം യെച്ചൂരി ചെയ്തതും അത് തന്നെയാണല്ലോ, പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളത്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ഒരു നല്ല രീതിയിൽ നടക്കേണ്ട ഒരു അന്ത്യോപചാരം അത് ഈ രീതിയിൽ അലങ്കോലമാക്കാൻ മകൾ ശ്രമിക്കുന്നത് വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ കൂടി ഇപ്പോൾ ഒരു മകളുടെ സമ്മതമില്ല, മറ്റ് 2 മക്കളുടെ സമ്മതമുണ്ട്. അതിലൊരു നിയമപരമായ സാധ്യത എത്രത്തോളമാണ്? ഹൈക്കോടതി ഇടപെടില്ല എന്ന് പറയുമ്പോൾ പോലും സ്വാഭാവികമായ ഒരു നിയമപരമായ ക്ലെയിം ആശാ ലോറൻസിനുണ്ടോ? അല്ല, അവിടെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് മരണമടയുന്ന വ്യക്തി നേരത്തെ തന്നെ തന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഇംഗിതം ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവും. അതിനെ ചൊല്ലി വലിയ തർക്കം പിന്നീട് ഉണ്ടാവാറില്ല. പള്ളിയിൽ സംസ്കരിക്കേണ്ട അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളത് വേണ്ട, ഈ രീതിയിൽ മതി എന്നുള്ള മൃതദേഹം ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് കൈമാറാം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇവിടെ അതില്ലാതെ ഇദ്ദേഹം എന്താണ് ലോറൻസ് സഖാവ് ഏത് രീതിയിലാണ് ഇതിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് എനിക്ക്, അല്ലെങ്കിൽ ആരോടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അദ്ദേഹം ദീർഘകാലമായി രോഗാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിനൊക്കെ ഉള്ളൊരു സാവകാശം, സമയം കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഈ മകളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ അവരുടെ സ്വഭാവം, സമീപകാലത്തെ അവരുടെ പല നടപടികളും അതൊക്കെ സൂക്ഷ്മമായി അറിയാവുന്നവരെ സംബന്ധിച്ച് അവർ ഏത് കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. ലോറൻസ് സഖാവിന്റെ മഹത്വം എന്ത് എന്ന് ആ മകൾ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്നുള്ള പ്രാപ്തി ആ മകൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോവില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത്, ഇപ്പോ ഇതിനെല്ലാം എവിടെയും മുദ്രക്കടലാസിൽ എഴുതി ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിൽപത്രത്തിന്റെ ഭാഗമൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ കവിഞ്ഞ അസ്വാഭാവികത ഒന്നും ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. ഉറപ്പായും അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായി തെളിയിക്കാനാകും എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ മകൻ സജീവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ.